ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഞാൻ നിങ്ങളെ വന്ന് വിളിക്കുന്നത് എനിക്ക് നിങ്ങൾ പഠിച്ച് ഡോക്ടർ ആവുന്ന നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ മുമ്പും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. എനിക്ക് നിങ്ങളെ ഫ്യൂച്ചർ ഡോക്ടർ എന്ന് വിളിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആണ്. നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കോ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലേ? സോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ് മിസ് വന്നത്. നമുക്കിനി കറക്റ്റായിട്ട് പറഞ്ഞാൽ മെയ് 5 വരെ കറക്റ്റ് ഒരു 105 ഡേയ്സ് ആണ് ഉള്ളത്. ഈ വീഡിയോ ഒന്നും വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ 105 ദിവസം നമുക്ക് വെക്കാം. അതായത് ഏകദേശം 2520 മണിക്കൂർ അല്ലേ? സോ അത്രയും നമ്പർ ഓഫ് അവേഴ്സ് നമ്മളുടെ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് നിങ്ങളുടെ തോട്ട്സ് അല്ലേ? നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കാട് കയറി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കുറേ സമയം കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ബേസിക്കലി ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഈ ഒരു വരുന്ന 100 ദിവസത്തേക്കുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ്, നിങ്ങളുടെ വേ ഓഫ് സെറ്റിംഗ് യുവർ ഡേ, ഇതൊക്കെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു തോട്ടാണ് ഞാൻ മാത്രമാണ് ഇങ്ങനെ, എനിക്ക് മാത്രമാണ് മാർക്ക് കിട്ടാത്തത്, എൻ്റെ ഫാമിലി മാത്രമാണ് ഇങ്ങനെ പ്രശ്നവും വഴക്കും എപ്പോഴും ടെൻഷനും എപ്പോഴും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതും എൻ്റെ ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് പഠിച്ചിട്ടൊന്നും കിട്ടാത്തത്, എനിക്ക് മാത്രമാണ് പഠിച്ച് തീർക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ തന്നെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നോക്കുമ്പോൾ അവരുടെ ലൈഫൊക്കെ നല്ലതാണ്, അവർക്ക് മാർക്കും കിട്ടുന്നുണ്ട്, ഞാൻ എത്ര മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയില്ലല്ലോ മറ്റൊരാളുടെ ലൈഫിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന്. വാട്ട് യു ആർ സീയിങ് ഓൺലി ഈസ് എക്സ്റ്റേണൽ അല്ലേ? അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്താണ്, അവർ പഠിച്ചു വന്നത് എങ്ങനെയാണ്, അവരുടെ ബേസ് എന്താണ്, ഇതൊക്കെ ഡിഫറെൻ്റ് അല്ലേ നിങ്ങളിൽ നിന്നും. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. സോ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും മിസ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മക്കളോട്, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുമ്പം അതൊരു ഒരാൾ കാരണമുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആവും, നിങ്ങളുടെ ഫാമിലിയിലെ പ്രോബ്ലം ആവും. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുമ്പോൾ മക്കൾ ആലോചിക്കുക, ഈസ് ദിസ് ആഡിങ് എനി വാല്യൂ ടു മൈ ലൈഫ്? ഞാൻ ഈ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇതാക്കുന്ന കാര്യം ഇത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ? അത് ആലോചിക്കുക. രണ്ടാമത്തത്, ഈസ് ദിസ് ഇൻ മൈ ഹാൻഡ്സ് ഓർ ഈസ് ഇറ്റ് ബിയോണ്ട് മൈ കൺട്രോൾ? എനിക്കിത് മാറ്റാനുള്ള കഴിവുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കുറേ കരഞ്ഞു. ഓക്കെ, ഈസ് ദാറ്റ് ഗോയിങ് ടു ചേഞ്ച് സംതിങ്? അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം. സോ ഇത് മക്കൾ എപ്പോഴും ആലോചിക്കുക, അല്ലാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മറ്റുള്ളവർക്ക് എന്താ മാർക്ക് കിട്ടുന്നത്, എനിക്കെന്താ കിട്ടാത്തത്, എനിക്കെന്താ അവിടെ പോയി പഠിക്കാൻ പറ്റാത്തത്, എനിക്കെന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. നോ, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എനി വേ. അപ്പം ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ സമയം വളരെ ക്രൂഷ്യലാണ് മക്കളെ. എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഒക്കെ നന്നായി പഠിക്കണം. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? വലിയ വലിയ പ്ലാനുകളോ വലിയ സംഭവങ്ങളൊന്നും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൈലത്തിൽ ജോയിൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ, നിങ്ങളിപ്പം XPL ഉള്ളവരാണെങ്കിൽ, ഏത് ബാച്ച് ആണെങ്കിലും ആ ബാച്ചിന് നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഗുലറായിട്ട് നിങ്ങൾ ആ പ്ലാൻ ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസും ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് എക്സാമുകൾ എഴുതുക. അത് നമ്മളിനി അങ്ങോട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് തോന്നും അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലേ? നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, രാവിലെ എണീക്കുന്ന സമയം, വേക്കപ്പ് ടൈം, നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം, അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 5 ദിവസം മക്കൾ പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളുടെ റൂട്ടീനിൽ നമുക്ക് വരുത്താവുന്ന ചേഞ്ചാണ് അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ സെറ്റ് ചെയ്യണം. നമുക്ക് ഇനിയാണെങ്കിൽ സമയമുണ്ട്. ഓക്കെ, നല്ലൊരു റൂട്ടീനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ ബേസിക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഡെയിലി ഞാൻ എണീക്കുന്ന സമയം, ഞാൻ കിടക്കാൻ പോകുന്ന സമയം. ഓക്കെ, പിന്നെ ഡെയിലി ഞാൻ എന്താണ് സെൽഫ് സ്റ്റഡി ടൈമിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്ത നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ് ആകട്ടെ ഓൺലൈൻ ക്ലാസ് ആകട്ടെ, അതിൻ്റെ പ്ലാനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. എന്നാലും നമ്മൾ സ്വയമായിട്ടിരിക്കുന്ന പഠിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ഏത് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്,
ഏത് സബ്ജക്റ്റാണ് നോക്കുന്നത്, ഏത് ചാപ്റ്ററാണ് നോക്കുന്നത്, ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെ നിന്നാണ് റെഫർ ചെയ്ത് ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ നിങ്ങൾ വലിയ വലിയ മഹാ 105 days പ്ലാനൊന്നും നിങ്ങൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കി അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓൾസോ കൺസ്യൂമിങ് യുവർ ടൈം, റൈറ്റ്? ഇനി നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മുടെ സമയം. അതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാക്കുക മക്കളെ, യു ആർ നോട്ട് ലേറ്റ്. ഓക്കെ, യു സ്റ്റിൽ ഹാവ് ടൈം. പിന്നെ എല്ലാ പേരൻസിനോടും എനിക്കുള്ള ഒരു റിക്വസ്റ്റ് ആണ്, സമയമില്ല, പെട്ടെന്ന് ചെയ്യും മക്കളെ, ഇനി റഷ് ചെയ്യാണ്ടിരിക്കുക. ദേ ഹാവ് ടൈം. ഓക്കെ, ദേ ഹാവ് ടൈം ടു വർക്ക് ഓൺ. പക്ഷേ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, അവരെങ്ങനെ എന്ത് പ്ലാൻ ഫോളോ ചെയ്യുന്നു അതിന് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്, first and foremost, my children, first thing that you are going to do is getting rid of social media. It is the biggest distraction that is draining your energy. I'm telling you, children, no argument that you come up with can justify you wasting time on social media. No Instagram, no Snapchat, no Facebook, no whatever is going to give you productive study hours. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എന്ത് പറഞ്ഞ് നിങ്ങളെ തന്നെ ആശ്വസിപ്പിച്ചാലും, എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കാണുമ്പോഴാണ് മോട്ടിവേഷൻ, മനസ്സിന് ആശ്വാസമാണ്, എനിക്ക് യൂട്യൂബിലെ ഷോർട്സ് കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസമാണ്, എനിക്കിതാണ്. നോട്ട് ആറ്റ് ഓൾ. You are just being, lazy. You are just giving reasons not to work on your schedule. ഓക്കെ, ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ മോട്ടിവേഷൻ കാണൂടാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ റീൽസ് കണ്ട് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമോ? സോ സോഷ്യൽ മീഡിയ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ. ഇനിയുള്ള 100 ദിവസം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഗെറ്റ് റിഡ് ഓഫ് സോഷ്യൽ മീഡിയ, ഡിസപ്പിയർ. ബിക്കോസ് അത് നിങ്ങൾക്ക് നിങ്ങളിപ്പം റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ? മനസ്സിനൊരു ആശ്വാസം കിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ. സമാധാനം, ഹാപ്പിനെസ്, ലാഫ്റ്റർ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ മാറി വരും. ബിക്കോസ് ഇറ്റ് ഈസ് റിലീസിങ് ഗുഡ് ഹോർമോൺസ്. ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ ചെയ്തു, അക്കോംപ്ലിഷ് എന്നുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇൻ റിയൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു ഫീലിംഗ് അത് കഴിയുമ്പോഴേക്കും പോകും. ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു മോർ ലേസി. ഐസിന് കൂടുതൽ സ്ട്രെയിൻ ആവുന്നു അല്ലേ? നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റി പതുക്കെ സ്ലോ ആയി വരികയാണ് ചെയ്യുക. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ ഗുഡ് ഹോർമോൺ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സസൈസ് ചെയ്യുമ്പം, നമ്മളൊരു വാക്കിന് പോകുമ്പോൾ അല്ലേ, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ, ഇതൊക്കെ നമുക്ക് നല്ല ഹോർമോൺസിനെ റിലീസ് ചെയ്യാറുണ്ട്. സോ if you want the good hormones to come to you in the right way, go for workout, physical workout ചെയ്യുക, വാക്കിങ്ങിന് പോവുക അല്ലേ, അങ്ങനെ വെറുതെ ഒരു പാട്ടൊക്കെ പാടി നോക്കുക. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആസ് ഇൻ ഫാമിലിയിലെ ആരെങ്കിലും നിങ്ങൾക്ക് നല്ല ഫീലിംഗ് തരുന്ന, നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുക. പക്ഷേ പ്ലീസ് don't be blindfolded by social media, because that's not giving you any productivity. അത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്ന മക്കളാണെങ്കിൽ what I suggest is, നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഒക്കെ കാണാം. അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇഫ് യു ആർ വാച്ചിങ് യൂട്യൂബ് ആൻഡ് യു ആർ ലേണിംഗ്, പ്ലീസ് ഡൗൺലോഡ് ദ വീഡിയോസ് ഇഫ് പോസിബിൾ. ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് പുതിയൊരു ഇമെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളൂ, futuredoctor@gmail.com അല്ലേ? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാനൽസ്, മോട്ടിവേഷന് വേണ്ടി കാണുന്ന ചാനൽസ് മാത്രം മക്കൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ അൺനെസസറി ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഡേ ഡ്രീമിങ് ഒഴിവാക്കുക. ഇങ്ങനെ ആലോചിച്ച് മക്കളെ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ തോട്ട്സ്. ആലോചിച്ച് നമ്മൾ തന്നെ കുറേ കരയുന്നു, വിഷമിക്കുന്നു അല്ലേ? ഞാൻ ഡോക്ടറാവോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് നീറ്റ് കിട്ടുമോ, എനിക്ക് ഫിസിക്സ് അറിയില്ല, എനിക്കിതറിയില്ല. ഈ ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എനി വേ. ആൻഡ് മൈ ചിൽഡ്രൻ, പ്ലീസ് സ്ട്രെസ്സിങ് ഓവർ തിങ്സ് ദാറ്റ് ആർ ബിയോണ്ട് യുവർ കൺട്രോൾ. നമുക്ക് ഇരുന്ന് എല്ലാ കാര്യവും ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. യു കാൺ ഫിക്സ് ദിസ് വേൾഡ്. യു കാൺ ഫിക്സ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ യുവർ ഫാമിലി. യു കാൺ ഫിക്സ് people's lives. You can't change people's thought process. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോയി മാറ്റാനൊന്നും പറ്റില്ല. ലെറ്റ് ഇറ്റ് ബി. ഡസൻറ്റ് മാറ്റർ ടു യു. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ലിവ് യുവർ ലൈഫ് സാറ്റിസ്ഫൈയിങ്, പ്ലീസിങ് എവറിബഡി. അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ലൈഫിൽ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് സൊസൈറ്റി വിൽ കീപ് ജഡ്ജിങ് യു ഓൾവേസ്.
എൻഡ് ഓഫ് ദ വേൾഡ് വരെ നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ടോട്ടലി ഓക്കെ മൈ ഫ്യൂച്ചർ ഡോക്ടർ. മാം എപ്പോഴും വന്ന് പറഞ്ഞു തരുന്ന കാര്യമാണ്. സോ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഓക്കെ, തിങ്സ് ആർ ഗോയിങ് ടു വർക്ക് ഔട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലാൻ ചെയ്ത് ഞാൻ ഈ ടൈമിൽ 100 ഡേയ്സിലേക്ക് ഞാൻ സ്റ്റഡി പ്ലാൻ ഇടാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ മുഴുവൻ നമ്മൾ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലാനൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു നല്ലൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, അതിൽ എല്ലാ പ്ലാനും സെറ്റാണ്, ക്വസ്റ്റ്യൻസ് റെഡിയാണ്, എക്സാം റെഡിയാണ്, വീഡിയോസ് റെഡിയാണ്, സ്റ്റഡി മെറ്റീരിയൽ റെഡിയാണ്, എവ്രിതിങ് ഈസ് സെറ്റ്. യു ഹാവ് ടു ജസ്റ്റ് ഫോളോ ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്ലാനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ട, അതും നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ സ്ലീപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 7 hours മിനിമം 7 hours സ്ലീപ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂളിനെ സെറ്റ് ചെയ്യുക. ബിക്കോസ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റായിട്ട് സ്ലീപ്പ് ആയിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്ത് നമ്മൾ എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നല്ല ഹോർമോൺസ് ഒക്കെ റിലീസാകും. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ അത് ശ്രദ്ധിക്കുക. വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷനൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ മൈൻഡിനെ കാമാക്കാനും ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 100,000 കാര്യങ്ങൾ റെഫർ ചെയ്യാൻ പോവാതെ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിക്ക് ടു വൺ സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റിക്ക് ടു വൺ ടീച്ചേഴ്സ് ക്ലാസ്. നിങ്ങൾക്ക് ആരുടെ ക്ലാസ്സസ് കാണുമ്പോഴാണോ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നത്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആൻഡ് NCERT ഇസ് മസ്റ്റ് ചിൽഡ്രൻ. NCERT നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലൊക്കെ NCERT ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ റീഡ് NCERT. അതിൽ നിന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് PYQs മാർക്ക് ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ സബ്ജക്ട്സ്, എസ്പെഷ്യലി ബയോളജിയിലൊക്കെ thorough റീഡിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി യു മസ്റ്റ് റെഫർ NCERT. ഓക്കെ, അപ്പം ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ഫിക്സ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ, നീറ്റിലൊക്കെ നമുക്ക് വെറുതെ കുറേ കണ്ടന്റ് അറിയുന്നതല്ലല്ലോ, നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ ലിമിറ്റഡ് ടൈമിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രയധികം നിങ്ങൾക്ക് മോക്ക് എക്സാമുകൾ ആ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ എഴുതാൻ പറ്റുമോ അത് എഴുതി നോക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് 105 ഡേയ്സിനെ ഏറ്റവും യൂസ്ഫുൾ ആക്കാം. അതായത് നിങ്ങൾ ഭയങ്കര വലിയ 100 ഡേയ്സ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുള്ള സ്റ്റഡി പ്ലാൻ ഒന്നും ഉണ്ടാവേണ്ട. അത് നമുക്ക് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. ആൻഡ് നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാം. ഭയങ്കര വലിയ പ്ലാനൊന്നും ഉണ്ടാക്കേണ്ട എൻ്റെ മക്കൾ. സിമ്പിളായിട്ടുള്ള ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാൻ തുടങ്ങിക്കേ. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട്. നമുക്ക് സമയമുണ്ട്. യു ആർ നോട്ട് ലേറ്റ്. ആൻഡ് പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ആസ് മാം സെഡ്, ഓവർ തിങ്ക് ചെയ്യാതെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഒരുപാട് അതൊക്കെ ആലോചിച്ച് സോഷ്യൽ മീഡിയയിലെ സമയം നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യരുത്. അപ്പം എൻ്റെ മക്കൾക്ക് want to wish you all the very best. ഇന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ട് ചെയ്യണം. ഇനി വരുന്ന നമ്മളുടെ 105 ഡേയ്സ് or 100 ഡേയ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. നീറ്റ് 2025 നമ്മൾ ക്ലിയർ ചെയ്യും, നമ്മൾ ഡോക്ടറാവും. ഓക്കെ, സോ അതെന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞു തരണം തോന്നി. ഒരുപാട് മനസ്സിനെ സ്ട്രെസ് ചെയ്യരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സോ നമ്മുടെ ബാച്ചസ് ഒക്കെ റണ്ണിങ് ആണ്. നിങ്ങൾക്കറിയാം XPL 3.0 ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സസിൽ കാണും. അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. Good luck.